ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരും ദാ ഇങ്ങനെ മഴയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. ഇന്ന് രണ്ട് കുട്ടീസും വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ വോയിസും കേൾക്കുന്നുണ്ടല്ലേ. മഴയത്തും അവരുടെ പയർ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഈ കുട്ടിയുടെ മനസ്സാരും കാണാതെ പോകരുത് ഗൈസ്. ചെടി നടാനൊക്കെ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യണം. അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. എന്തായാലും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ കാപ്പിക്കായിട്ട് ഈ ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കുട്ടീസിനെയൊക്കെ ബ്രഷ് ചെയ്യിപ്പിച്ച് അവർക്ക് പഴമൊക്കെ വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മഴയുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും കുട എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മഴയത്ത് കളിക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡും കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴാണ് അതായത് ഇവിടെ ആ ദിവസം നമ്മുടെ ഗേറ്റൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ചെളിയായിട്ട് പായലൊക്കെ പിടിച്ച് കിടക്കുവാണ്. എനിക്കും ചേട്ടനും ഒരുമിച്ച് ഇവൊക്കെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം കുഞ്ഞു ബേബി ഉള്ളതുകൊണ്ട് തന്നെ മോളെ ആരെങ്കിലും എടുത്ത് വെച്ചിരുന്നാൽ മാത്രമേ നമുക്ക് രണ്ടുപേർക്ക് ഈ ജോലിയൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എപ്പോഴും ഞാനിങ്ങനെ പറയുമായിരുന്നു ഇവിടെ എത്രയും വൃത്തികേടായിട്ട് കിടക്കുവാണ്, ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അതൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മുടെ ആരുസ്ത ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മഴയത്ത് കളിക്കാൻ ഇറങ്ങിയിട്ട് കുറേ സമയമായി കാണാത്തതുകൊണ്ട് വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റാനായിട്ട് പോയതാണ്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ